ഹലോ ഗൈസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ബൈക്കിൻ്റെ അക്സസറീസിനെ പറ്റിയാണ്. സോ എൻ്റെ ബൈക്ക് BMW F900 GSA. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടാറുണ്ട്. സോ അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അക്സസറീസിനെ പറ്റിയും അതിൻ്റെ ഒരു ഏകദേശ വിലയും ഒക്കെയാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെസസറി ആയിട്ടുള്ളൊരു അക്സസറീസ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ബൈക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും മറ്റുമാണ്. സോ ഇതെല്ലാം വാങ്ങിച്ചത് ഞാൻ ബാംഗ്ലൂരിലെ ഒരു ഷോപ്പിൽ നിന്നാണ്. മോട്ടോ ഡ്രിഫ്റ്റ് എന്ന് പറയും. അവർക്ക് HSRലും കോർമംഗലയിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ ചില അക്സസറീസൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതുമാണ്. സോ എന്നാലാവുന്ന വിധം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ ഒരു മൊബൈൽ ഹോൾഡറാണ്. അത് റാം എന്ന് പറയുന്ന RIM എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അതിൻ്റെ ഏകദേശ പ്രൈസ് വരുന്നത് 9,000 റുപ്പീസാണ്. സോ ഇതിൽ ലൈക്ക് വൈബ്രേഷൻ പ്രൂഫാണ്. സോ മൊബൈലും മറ്റുമൊക്കെ വെക്കുന്നത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. വലിയ മൊബൈൽസും ഇതിൽ നമുക്ക് കംഫർട്ടായിട്ട് വെക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഒരു അക്സസറിയാണ്. അത് നമ്മുടെ ഈ ആക്ഷൻ ക്യാമറാസൊക്കെ വെക്കാൻ അതിന് പറ്റുന്ന ഒരു അക്സസറിയാണ്. അത് ബോബോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അത്യാവശ്യം ഇപ്പോൾ ഞാൻ വളരെ റഫായിട്ടുള്ള റോഡുകളിലൂടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഇത് ഡാമിങ് പ്രൂഫൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ആക്ഷൻ ക്യാമറയ്ക്ക് വളരെ നമ്മൾ ഈസി മൗണ്ട് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന Insta360 ക്യാമറയൊക്കെ മൗണ്ട് ചെയ്യാനാണ്. എനിക്കത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു അക്സസറിയും കൂടാണ്. 2,900 റുപ്പീസായി ഈ ഒരു അക്സസറിക്ക്. അടുത്തത് നമ്മുടെ എൻജിൻ ഗാർഡ് പ്ലേറ്റിനെ പറ്റിയാണ്. ഇത് ഹെപ്കോ ബെക്കറിൻ്റെ ഗാർഡ് പ്ലേറ്റാണ്. നമ്മുടെ ബൈക്ക് മേടിക്കുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഒരു എൻജിൻ ഗാർഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ബട്ട് അത് ഇനഫായിട്ട് കവർ ചെയ്യുന്നില്ല താഴെ. സോ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 37,000 വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ റഫ് റോഡ്സിലൂടെയൊക്കെ പോകുന്നവരാണെങ്കിൽ ലൈക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പല റഫ് റോഡ്സിലും പോയപ്പോൾ. സോ ഇതൊരു റെക്കമെൻഡഡ് ബ്രാൻഡും കൂടാണ്. അടുത്തത് സ്റ്റാൻഡ്. ഇതെല്ലാവർക്കും അറിയാം, BMW ബൈക്സിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണിലോ മറ്റോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അത് താന്നു പോകാറുണ്ട് ബൈക്കിൻ്റെ വെയിറ്റ് കാരണം. സോ ഇതും ഞാൻ ഹെപ്കോ ബെക്കറിൻ്റെയാണ്. സൈഡ് സ്റ്റാൻഡ് എൻലാർജ്മെൻറ്റ്. അത് ഒരു 6,000 റുപ്പീസ് ആയിട്ടുണ്ട്. ഇതും ഞാൻ മോട്ടോ ഡ്രിഫ്റ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇതെല്ലാ BMW ബൈക്സിനും വേണ്ടുന്ന ഒരു കാര്യമാണ്. സോ അതാകുമ്പോൾ നമുക്ക് സോഫ്റ്റ് സ്റ്റാൻഡ്സിലും കൊണ്ട് നമുക്കത് വെക്കേണ്ടി വരും. അടുത്തത് ഇതൊരു നമ്മുടെ ഫോക്സ് സ്ലൈഡർ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ വണ്ടി താഴെ വീഴുമോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീഴുമ്പോൾ നമ്മൾക്ക് വളരെ ബൈക്കിന് കുറച്ചും കൂടെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇതിന് സെന എന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് ഞാൻ 2 സെറ്റ് വാങ്ങിച്ചു, മുമ്പിലും പുറയിലും കൂടെ. അതുകൊണ്ടാണ് 5,000 അല്ലെങ്കിൽ 2,500 ആണ് ഒരു പെയറിന്. സോ ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ലൈക്ക് 5,000 റുപ്പീസ് ആയത്. ഇതും നല്ലൊരു അക്സസറിയാണ്. പിന്നെ അടുത്തൊരു നമ്മൾ ടൂറിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ലൈക്ക് വാട്ടർ ബോട്ടിൽസും അതും വെക്കാനുള്ള ഒരു സൗകര്യത്തിന് ഞാൻ വാങ്ങിച്ച ഒരു അക്സസറിയാണിത്. വാട്ടർ ബോട്ടിൽ ഹോൾഡറാണ്. സോ ഇത് വലിയ വിലയൊന്നുമില്ല, ലൈക്ക് 450 റുപ്പീസേ ഉള്ളൂ. പ്രോസ്പെക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതും അത്യാവശ്യം ലൈക്ക് ഒരുപാട് ടൂറിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്, ഒരു അക്സസറിയാണ്. ഇത് ജസ്റ്റ് നമ്മളൊരു എക്സ്ട്രാ ക്രാഷ് കാർഡ് പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ മൗണ്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് വെച്ച ഒരു ഇതും പ്രോസ്പെക്കിൻ്റെയാണ്. ഇതിന് നമ്മൾ ലൈക്ക് ഏകദേശം 2,000 റുപ്പീസിനടുത്ത് 4 പീസസ് ഉണ്ടായിരുന്നു. ലൈക്ക് 2,000 റുപ്പീസിനടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്ത്. ഈസി ടാക്സ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇത് ക്രാഷ് കാർഡിന് ഒരു പ്രൊട്ടക്ഷനും കൊടുക്കും. നമുക്ക് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ മൗണ്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. വാട്ടർ ബോട്ടിൽ ഹോൾഡറില്ല, അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൗണ്ട് ചെയ്യാനും ഇതിൽ പറ്റും. ഇനി പറയാൻ പോകുന്നത് നമ്മൾ BMW ബൈക്ക് മേടിക്കുമ്പോൾ, ഈ 900 GSA മേടിക്കുമ്പോൾ ടാങ്കിൻ്റെ ആ ഫെയർനെസ് പ്രൊട്ടക്ഷന് ഗാർഡ് വരുന്നില്ല. സോ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം. സോ അത് നമ്മൾ വണ്ടർലിച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചത്. സോ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, 46,000 ആണ്. സോ അത് ഹെൽപ്ഫുൾ ആവും നമ്മുടെ ടാങ്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി ഒരു വട്ടം വണ്ടിയൊന്നും വീണപ്പോൾ സ്ക്രാച്ച് വീണായിരുന്നു. സോ അതുകൊണ്ട് ഈ ഒരു ഗാർഡ് ഉള്ളത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം
ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഈ ടാങ്ക് ഫെയർനെസ് പ്രൊട്ടക്ഷൻ്റെ ആ പാർട്ടിനൊക്കെ. പിന്നെ വരുന്നത് ഫ്യൂച്ചറൈസിൻ്റെ ഓക്സിലറി ലൈറ്റ്സ് ആണ്. സോ ഇച്ചിരി മഞ്ഞും മൂടൽ മഞ്ഞൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഫ്യൂച്ചറൈസിൻ്റെ ഗാലക്സി 100 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇത് ലൈക്ക് യെല്ലോ ലൈറ്റ്സ് ആൻഡ് വൈറ്റ് ലൈറ്റ് ലൈക്ക് രണ്ടും ഉണ്ട്. രണ്ടിൻ്റെ കോമ്പിനേഷൻസും ഉപയോഗിക്കാം. സോ ഇതും വളരെ ലൈക്ക് ടൂറിങ്ങിനും മറ്റും ഹിൽ സ്റ്റേഷൻസിലും മറ്റുമൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ലൈറ്റാണ്. സോ 45,500 ആണ് ഇതിൻ്റെ കോസ്റ്റ് വന്നത്. സോ ഇതും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഇപ്പം മോട്ടോർ റിഫ്റ്റിലൊക്കെ പോയി വരുന്ന ഡെമോ അവർ തരും. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയൊരു ലൈറ്റാണിത്. പിന്നുള്ളത് ടാങ്ക് ബാഗിൻ്റെ ഒരു അക്സസറിയാണ്. ലൈക്ക് ഇത് ടാങ്ക് ബാഗ് മൗണ്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതും ലൈക്ക് ടാങ്ക് ബാഗ് ഒരു 2 to 3 ലിറ്റേഴ്സ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടാങ്ക് ബാഗാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഈസി മൗണ്ടാണ്. ലൈക്ക് നമുക്ക് പെട്ടെന്ന് വെക്കാം. ലൈക്ക് മാഗ്നറ്റിക് മൗണ്ട് പോലെ ക്ലിപ്പ് മൗണ്ട് പോലെയാണ്. സോ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റും. ടൂറിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. ഇത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ SW മോട്ടോടെക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 11,000 റുപ്പീസ് അറൗണ്ട് ആയിട്ടുണ്ട്. ഇത് ബൈക്ക് സ്പെസിഫിക് ആണ്. സോ അത് 900 GSIക്ക് ഞാൻ അന്ന് നോക്കിയപ്പോൾ ഇതേ കിട്ടിയുള്ളായിരുന്നു. ഇപ്പം വേറെ കുറേ മോഡൽസ് അവൈലബിൾ ആണ്. സോ ഐ ഹോപ്പ് ലൈക്ക് ഇത് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു അക്സസറിയാണ്. പിന്നെ ഉള്ളത് ഹാൻഡിൽ ബാർ റൈസറാണ്. ഇതെല്ലാവർക്കും വേണമെന്നില്ല. എനിക്ക് ചെറിയ ഷോൾഡർ പെയിൻസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഹാൻഡിൽ ബാർ റൈസർ വെച്ചത്. എൻ്റെ ഒരു ഹൈറ്റിലും എൻ്റെ ഒരു ഹാൻഡ് ലെന്തിലൊക്കെ എനിക്ക് ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇത്. പിന്നെ കോസ്റ്റ് അറൗണ്ട് 10,000 വന്നിട്ടുണ്ട്. ഇത് മൾട്ടി എച്ചിൻ്റെ ആണ്. അറൗണ്ട് 10,000 കോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ 20 mm ആണ് വാങ്ങിച്ചേക്കുന്നത് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് റൈസർ വാങ്ങിച്ചേക്കുന്നത്. ഇതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അറൗണ്ട് 10,000 ആണ് പ്രൈസ്. പിന്നെ ഇനി പറയാനുള്ളത് നമ്മുടെ സൈഡ് ലൈക്ക് നമ്മുടെ ലഗേജ് കാരിയേഴ്സ് ആണ്. സോ അതിൻ്റെ സൈഡ് കേസസും ടോപ്പ് കേസും കൂടെ ചേർത്താണ് വാങ്ങിച്ചത്. ഞാനിത് ബൈക്ക് വാങ്ങിയപ്പോൾ തന്നെ BMW തന്നെ വാങ്ങിച്ചതാണ്. സോ അതുകൊണ്ട് ഇച്ചിരി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ലൈക്ക് നമ്മൾ ഇനി സെപ്പറേറ്റ് കീ കൊണ്ട് നടക്കുകയൊന്നും വേണ്ട. ലൈക്ക് ബൈക്കിൻ്റെ തന്നെ കീ ആണ് ഇതിനും യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഇതിനും യൂസ് ചെയ്യുന്നത്. സോ ടോപ്പ് ബാഗും സൈഡ് ലൈക്ക് കേസസും കൂടെ ഉൾപ്പെടെ നമുക്ക് 1,60,000 ആയി. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റ് ബ്രാൻഡ് ആഫ്റ്റർ മാർക്കറ്റ് ബ്രാൻഡുകളൊക്കെ മേടിക്കുവാണെങ്കിൽ ലൈക്ക് ബിലോ 1,00,000 റേഞ്ചിലൊക്കെ കിട്ടാവുന്നതാണ് ഉള്ളൂ. ലൈക്ക് 1,00,000 അറൗണ്ട് റേഞ്ചിലൊക്കെ നല്ലത് കിട്ടും. സോ ഇതിപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് BMൻ്റെ തന്നെ എടുത്തത്. പിന്നെ ഉള്ളത് ഇതൊരു ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ടറാണ്. ഇത് ആവശ്യമാണ് നമ്മുടെ ഇവിടുത്തെ റോഡിലേക്ക് ഹൈവേയിലേക്ക് പോകുമ്പോൾ ചെറിയ കല്ലുകളോ മറ്റോ വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും BMനെയും തന്നെ ഞാൻ ബൈക്ക് മേടിച്ചപ്പോൾ തന്നെ അവരെയും തന്നെ വാങ്ങിയതാണ്. 11,500 ആയി കോസ്റ്റ്. സോ ഇത് മസ്റ്റാണ് കേട്ടോ. ലൈക്ക് ഇത് ഒരു ചെറിയ കല്ലോ മറ്റോ വന്ന് ഹെഡ്ലൈറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ അത് പൊട്ടിപ്പോകാന്നേ ഉള്ളൂ. സോ ഒരു പ്രൊട്ടക്ടറിൻ്റെ ഇത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് നാവിഗേറ്ററാണ്. ഇതും ഞാൻ BMൻ്റെ തന്നെ നാവിഗേറ്ററാണ് വാങ്ങിച്ചത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെക്കാട്ടിലും നല്ലത് ഒരു ആഫ്റ്റർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ആൻഡ്രോയിഡിൻ്റെ ഡിവൈസോ മറ്റോ വാങ്ങി വെക്കുന്നതായിരിക്കും. എന്നാലും ഇത് നല്ലതാണ്, ക്വാളിറ്റി വൈസും എല്ലാം നല്ലതാണ്. ഇതിൻ്റെ കോസ്റ്റ് അറൗണ്ട് 70,000 വരും. ലൈക്ക് ഫോർ മീ ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ലൈക്ക് എനിക്ക് ട്രാവലിങ്ങിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു. ബട്ട് ബെറ്റർ ഐറ്റംസ് ആഫ്റ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ 2 ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തു, ഇതുവരെ വന്നിട്ടില്ല. ഒന്ന് ഇത് ടാങ്ക് പ്രൊട്ടക്ടറിന് വേണ്ടിയിട്ടും കൂടെ ഉള്ള ഒരു ബാഗാണ്. ഇൻഫ്ലേറ്റബിൾ ആണ്. മീൻസ് ലൈക്ക് നമുക്കിത് പമ്പ് ചെയ്യാം എയർ. സോ അത് വെച്ചിട്ട് ഇത് ബാഗിൽ എയർ ഫില്ലാവും. അല്ലെ ഐറ്റംസും വെക്കാം നമുക്ക്. സോ ഇപ്പോൾ എനിക്ക് സൈഡിലോട്ടൊക്കെ വീണാലും ലൈക്ക് ഇതൊരു എയർ ബാഗ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ ടാങ്കിനെ. സോ ഇതിന് 22,000 ആയിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയ ഉടനെ എൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാം. പിന്നെ ഇതൊരു ഫ്ലാഗ് പോളാണ്. ലൈക്ക് ലോങ് ടൂർസിനൊക്കെ പോകുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത് ബാക്കിൽ ആണ് ഫിറ്റ് ചെയ്യുന്നത്. 13,500 ആയിട്ടുണ്ട് ഇത് ബാക്കിൽ നമുക്ക് ടോപ്പ് ബോർഡ്സില്ലേ അതിൻ്റെ സൈഡിൽ തന്നെ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
സോ ഇത് 13,500 ആണ് അറൗണ്ട് കോസ്റ്റ് വരുന്നത്. സോ ഇത്രയാണ് എൻ്റെ അക്സസറീസ്. സോ ലൈക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഇടാം. ഇപ്പോൾ ഓവറോൾ ഞാൻ ഇത്രയും അക്സസറീസ് മൗണ്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബൈക്കിൽ. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കോസ്റ്റും പറയാമെന്ന് കരുതി. ഇതിൽ കുറേയൊക്കെ അക്സസറീസ് എനിക്ക് മോട്ടോർ ഡ്രിഫ്റ്റിൽ നിന്നാണ് കിട്ടിയത്. സോ നിങ്ങൾക്കും മോട്ടോർ ഡ്രിഫ്റ്റിൻ്റെ ഷോപ്പിൽ വന്ന് അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇൻ കേസ് അവർ ഇല്ലെങ്കിൽ തന്നെ അവർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഐറ്റംസ് ആണെങ്കിൽ അതിനും അവർ സപ്പോർട്ടീവാണ്. സോ നിങ്ങൾക്ക് എന്ത് ലൈക്ക് സപ്പോർട്ട് ബൈക്കിൻ്റെ അക്സസറീൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ലൈക്ക് ജസ്റ്റ് അപ്രോച്ച് ദം, ദേ വിൽ ഹെൽപ്പ് യു ഔട്ട്. അവർക്ക് HSR ലേഔട്ടിലും ഉണ്ട്, കോറമംഗലിലും ബ്രാഞ്ചസ് ഉണ്ട്. സോ പ്രൊമോഷനൊന്നുമല്ല, ലൈക്ക് ആം എ കസ്റ്റമർ, ഞാൻ അവരുടെ കസ്റ്റമറാണ് കുറേ വർഷങ്ങളായിട്ട്. സോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ.